കൊണിച്ചിവ സുഹൃത്തുക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സാംസ്കാരിക വീബ്സ് ബൈ ഷിനിഗാമി സ്റ്റുഡിയോസ്. ഇന്ന് ഒരു റിവ്യൂ എപ്പിസോഡ്. ഓക്കെ, നിഞ്ച കാമുയി എന്ന് പറയുന്ന ഒരു വളരെ വളരെ പുതിയ ഒരു സ്റ്റൈൽ ഓഫ് അനിമയുടെ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് റെക്കമെൻഡേഷൻസ് റിസോർട്ട് ചെയ്ത്. ആക്ച്വലി കുറെ കമന്റ്സ് വന്നായിരുന്നു, മൾട്ടിപ്പിൾ കമന്റ്സ് വന്നു. ബ്രോ നിഞ്ച കാമുയിയുടെ റിവ്യൂ ചെയ്യോ, ലൈക്ക് ആസ് ഓഫ് ടുഡേ, ലൈക്ക് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ദിവസം 17th, ഇന്ന് വൈകിട്ടോ നാളെയോ ആണ് അതിന്റെ സെക്കൻഡ് എപ്പിസോഡ് റിലീസ്, ഞായറാഴ്ച. സോ ഫസ്റ്റ് എപ്പിസോഡിന്റെ ഇംപ്രഷൻ, ഹൗ ഡിഡ് യു ലൈക്ക്? ഫസ്റ്റ് കൊള്ളൊന്നല്ല, ആക്ഷൻ സീക്വൻസ് സംഭവങ്ങളെല്ലാം കൊള്ളാം. പക്ഷെ എനിക്ക് എവിടെ ഒരു ഹെൽത്ത് പാരഡൈസ് അടിച്ച്, എനിക്ക് അങ്ങനെ ഒരു സംഭവം മാത്രമേ തോന്നിയുള്ളൂ. ഒരു നല്ലൊരു ഹെൽത്ത് പാരഡൈസ് അടിച്ചു എനിക്ക്. പക്ഷേ എന്താ പറയുക, രസമുണ്ട്. ഫസ്റ്റ് എപ്പിസോഡ് വെച്ച് നമ്മളൊരു ആനിമയെ അളക്കുന്നത് മോശം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ടു ബി ഫെയർ, ലൈക്ക് ദി ആക്ഷൻ സീക്വൻസ് വാസ് പെർഫെക്റ്റ്. ആ മറ്റേ ഫസ്റ്റ് തുടക്കം എന്ന് പറയുന്നത് ഒരു ട്രെയിനിൽ, ഒരു ട്രെയിനിൽ ഒരാൾ ഇറങ്ങി പോകുന്നു, അയാളെ കുറെ ഷാഡോ നിഞ്ച അസാസിൻസ് വന്ന് മർഡർ ചെയ്യുന്നു എന്നുള്ള സംഭവം. ഷാഡോ അസാസിൻസ് ആ സംഭവം എനിക്ക് നല്ല ഇഷ്ടപ്പെടുന്നു. രസമുണ്ട്, ഭയങ്കര മോഡേൺ. നമ്മൾ പഴയ എന്താണെന്നറിയാവോ, പവർ റേഞ്ചേഴ്സിൽ മറ്റേ ചുമ്മാ റേഞ്ചേഴ്സിന് ഇടിച്ചു കളിക്കാൻ വേണ്ടി കുറെ പോൺസ് പോലത്തെ സാധനങ്ങൾ വരുമല്ലോ. പക്ഷേ ദി ആക്ഷൻ ഇസ് ഇംപെക്കബിൾ. എന്തായാലും കാരണം JJK സീസൺ 1 ഡയറക്ട് ചെയ്ത് സെയിം സംഗു പാർക്കാണ് ഡയറക്ട് ചെയ്തേക്കുന്നത്. ഇത് പ്രൊഡ്യൂസ്ഡ് ബൈ E&H പ്രൊഡക്ഷൻസ്. E&H പ്രൊഡക്ഷൻസിന്റെയാണ് നമ്മൾ ലാസ്റ്റ് റിവ്യൂ ചെയ്ത മോൺസ്റ്റേഴ്സ്, മറ്റേ 103 ആ സംഭവം. സോ ഇറ്റ്സ് വെരി പ്രോമിസിങ്. സോ ദ പ്ലോട്ട് ഓഫ് എന്താ പറയാ, കാമുയി ഈസ് ഒരു നിഞ്ച അസാസിൻ. അപ്പോൾ അയാളുടെ അസാസിൻ ക്ലാനിന് ലീവ് ചെയ്തിട്ട് നോർമൽ ലൈഫിലോട്ട് തിരിച്ചു വരാൻ ശ്രമിച്ച് ഒരു ഔട്ട്സ്കേർട്സ് ഓഫ് US വന്ന് സെറ്റിൽ ആവുകയാണ്. അപ്പോൾ കോണൊക്കെ വളർത്തി നമ്മളെ മറ്റേ ഇന്റർസ്റ്റെല്ലാറിലെ പോലെ ഇങ്ങനെ പയ്യെ സമാധാനപരമായിട്ട് മാന്യമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു ആൾ, അയാളുടെ ഫാമിലി. എനിക്കതിൽ ഏറ്റവും ക്ലിക്കായ സംഭവം എന്ന് പറയുമോ, ആ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ ആ ഫസ്റ്റ് ഒരു 6-7 മിനിറ്റ്സിനകത്ത് ആ ഫാമിലിയിലായിട്ടുള്ള ടൈ അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്യുവാണ്. എനിക്ക് ഭയങ്കരമായിട്ട് സിങ്കായി. ഫാമിലി മാൻ പരിപാടി, ലൈക്ക് ആ മോനോടുള്ള ഇഷ്ടം. അപ്പൊ അതിൽ ഒനി മാസ്കിനെ പറ്റി ചെറുതായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ആ സംഭവം വളരെ ഇമ്പോർട്ടന്റ് ആണ് മുമ്പോട്ട് പോകുമ്പോൾ. ഒനി മാസ്ക് ഇവിടെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഐ തിങ്ക് വി ഹാവ് ടു മേക്ക് വൺ ഫോർ ourselves. നമ്മൾ 3D പ്രിന്റ് ചെയ്യാം. എനിവേസ്, അപ്പോൾ അങ്ങനെ വന്ന് താമസിക്കുന്ന അത് ക്ലാനിൽ നിന്ന് തിരിച്ചു വന്നത് കൊണ്ട് അയാളെ ഹണ്ട് ചെയ്യുന്ന ക്ലാൻ മെമ്പേഴ്സ് അറിയാലോ. അങ്ങനെ സംഭവത്തിൽപ്പെട്ട തിരിച്ചു വരെ ഉണ്ടാവില്ല ശശി. എന്താ പറയാ, ആ ഹണ്ടില് നിർഭാഗ്യവശാൽ നമ്മുടെ മെയിൻ ക്യാരക്ടർ മരിക്കൂല, പക്ഷെ വൈഫും വൈഫും കിട്ടും മരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പൊരുൾ. അതിനുശേഷം ഇയാള് മറ്റേ ഉൾട്ട അടിച്ച് JJK പുള്ളി സെയിം ഡയറക്ടർ ആയതുകൊണ്ടോ ആണെന്ന് എനിക്ക് അറിയത്തില്ല. ലൈക്ക് JJKയുടെ ഒരു ഇത് തന്നെയായിരുന്നു. JJK ജോൺ വിക്ക് ക്രോസ് ഓവർ വീലാണ് സത്യം പറഞ്ഞത്. ഞാൻ പറഞ്ഞ വെച്ചാൽ മറ്റേ UG മറ്റേ തിരിച്ചു വരൂലേ, അത് തന്നെയല്ലേ? ആലോചിച്ച് നോക്കൂ, സെയിം അല്ലേ? ആണോ അല്ലേ? അതെനിക്ക് പറ, ആണോ അല്ലയോ? സെയിം അല്ലേ? JJK 1 ഡയറക്ടർ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചത് വളരെ മോശമായി. ഗോഡ് ഓഫ് ഹൈസ്കൂളിന്റെ ഡയറക്ടറാണ്. ഗോഡ് ഓഫ് ഹൈസ്കൂളിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. മറ്റേ ടാരന്റീനോയുടെ എന്ന് പറയുമ്പം സിഗ്നേച്ചർ സാധനം മറ്റേ ബൂട്ട് ഷോട്ടും ഫീറ്റ് ഫെറ്റിഷ്. അത് നമുക്ക് വേറൊരു എപ്പിസോഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ബൂട്ട് ഷോട്ട് ഉണ്ട്. അതേപോലെയാണ് അളിയന്റെ സംഭവം. ചത്താലും ഞാൻ കൊല്ലാൻ വിടൂല, നിങ്ങളെ ഞാൻ ചുമ്മാ പറ്റിച്ചതാ. മറ്റേ JK ജസ്റ്റ് കിഡിങ് ആ സംഭവം പ്രേമലു കണ്ടവർക്ക് കത്തുമായിരിക്കും. ഓക്കെ, അപ്പം എന്തായാലും ആ സംഭവം സംഭവം കാണാത്തവർ ഉണ്ടെങ്കിൽ കാണുക. ദി സൗണ്ട് ഡിസൈൻ ഇസ് അടിപൊളി, ദ ഡ്രോയിങ് ഇസ് അടിപൊളി, ദി ആക്ഷൻ കൊറിയോഗ്രാഫി. പിന്നെ ഇതില് ആക്ച്വലി ഒരു ക്ലീഷേ സാധനമാണ്, ക്ലീഷേ സ്റ്റോറിയാണ്. ഒരു ജാപ്പനീസ് സാമുറായി റിവെഞ്ച് സ്റ്റോറിയാണ്. വളരെ ക്ലീഷേ സാധനമാണ്, പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്തേക്കുന്നത് അടിപൊളി. മെയിൻ ക്യാരക്ടറിന്റെ പേര് ലോഗൻ എന്നാ. നമ്മുടെ വോയിസ് ആക്ടർ ആരാ? കെഞ്ചിറോ സുധ. അത് വളരെ കിടിലം ഒരു
ഒരു ഒരു ഒരു ഇമ്പാക്റ്റ് ആണ് ആ സബിന് കൊടുക്കുന്നത്. സോ ഇത് റിലീസ് ചെയ്തേക്കുന്നത് അഡൽട്ട് സ്വിം എന്ന് പറഞ്ഞ ചാനലിലാണ്. പിന്നെ നമ്മളെ ക്ലാസിക് ടൂനാമി അഡൽട്ട് എന്റർടൈൻമെന്റ് വൈബാണ്. സോ അത് വെരി പ്രോമിസിങ്. ഇറ്റ്സ് ഗോർ, ഇറ്റ്സ് ആക്ഷൻ പാക്ഡ് സീക്വൻസ് പരിപാടി. പക്ഷേ ദ വൺ തിങ് ഐ മിസ്, ഈ മറ്റേ കൊല്ലുന്ന വില്ലന്മാർക്കെല്ലാം മാസ്കുകളുണ്ടേ, ആ സ്റ്റാബ് ചെയ്യുന്ന സമയത്തൊന്നും ആ ഒരു എക്സ്പ്രഷൻ ഇല്ല. അതുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. സോ യു വാണ്ട് ടു സീ ദ ഫിയർ ഇൻ പീപ്പിൾസ് ഐസ്. അത് ചെറുതായിട്ട് കാണിക്കുന്നുണ്ട് ബാക്കിലോട്ട് ഒരു സീക്വൻസിൽ മറ്റേ അവന്മാര് മറ്റേ അങ്ങനെ നിഞ്ചാസ് എന്ന് പറയുമ്പോൾ മറ്റേ ഫുൾ ഫേസ് കവേർഡ് ചെയ്ത് ഫിയർ അറിയാൻ പാടില്ല എന്ന ഒരു സീനുണ്ട്. പക്ഷെ ആകെ ആ മറ്റേ മാസ്ക് ഇല്ലാത്തത് മറ്റേ അസാസിൻ ലീഡറിനാണ്. അയാൾക്കാണെങ്കിൽ വലിയ ഫേഷ്യൽ എക്സ്പ്രഷൻ ഒന്നുമില്ല. ഫുള്ള് ഏതോ ഒരു ക്യാരക്ടറുമായിട്ട് സാമ്യം തോന്നുന്നുണ്ട്, പക്ഷെ എനിക്ക് ആരാണെന്ന് കറക്റ്റ് കിട്ടും. എനിക്ക് തോന്നി എവിടെന്ന് അറിയാവോ, നമ്മുടെ സോളോ ലെവലിംഗിൽ ഒരു ഹൈ ഓർക്ക് ഉണ്ടല്ലോ. മനസ്സിലായി. അവനൊരു പൊട്ടുകുത്തിയ എങ്ങനെ ഇരിക്കും ആണ് സംഭവം. സോ ഇറ്റ്സ് പ്രോമിസിങ്. പൈലറ്റ് എപ്പിസോഡ് വാസ് കിഡില്ല. അത് നമുക്ക് എവിടെ ഗോഗോ അനിമയിൽ കാണാൻ പറ്റും, അനിവാച്ചിലില്ല. ടെലഗ്രാമിൽ പോയാൽ ചുമ്മാ കിട്ടും. ഒന്നും സെർച്ച് ചെയ്യേണ്ട, നീഞ്ച കാമുയിന്ന് മാത്രം സെർച്ച് ചെയ്യുക. ഫസ്റ്റ് കാണുന്ന ഇതിൽ കയറുക, അവരെ ഗ്രൂപ്പ് ഫോളോ ചെയ്യുക, വീണ്ടും സ്റ്റാർട്ട് കൊടുക്കുക, സാധനം കിട്ടും. We do not promote or encourage piracy for obvious reasons. മറ്റേ ലീഗൽ സംഭവങ്ങൾ ആൾക്കാർ മറ്റേ പൈസ സബ്സ്ക്രിപ്ഷൻ ഒക്കെ മറ്റേ മേടിച്ച് വേണം കാണാൻ വേണ്ടി. അതൊന്നും ചെയ്യരുത്. നമ്മൾ ആർട്ടിസ്റ്റുകളെ ഹെൽപ്പ് ചെയ്യൂ പ്ലീസ്. ആർട്ടിസ്റ്റുകളെ ഹെൽപ്പ് ചെയ്യൂ. അതെ, നമുക്ക് എനിവേസ്. സോ അതാണ്. പിന്നെ എന്താ പറയാന്ന് വെച്ചാൽ ആക്ഷൻ സീക്വൻസിനെ കുറച്ചുകൂടെ മറ്റേ കീറി മുറിക്കുകയാണെന്ന് പറയുവാണെങ്കിൽ എന്താ പറയുക, ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആണ്. മറ്റേ സ്ലോ സാധനമൊന്നുമില്ല. മറ്റേ വരുന്നു ആൾക്കാരെ മറ്റേ റൂത്ത്ലെസ്സാ. നമ്മളെ സ്ഥിരം കാണുന്ന ഷോണൻ അനിമെ പോലെ മറ്റേ വരുന്നു തല്ലുന്നു ഡയലോഗ് ഒന്നുമില്ല, തലോടൽ ആ സംഭവമൊന്നുമില്ല. ജോൺ വിക്ക് പാരബെല്ലം, ആക്ച്വലി ജോൺ വിക്ക് പാരബെല്ലം ഇൻ അനിമെ ഫോം. അതാണ് സംഭവം. അതുകൊണ്ട് നമുക്ക് ഇത് എവിടെ എത്തും എങ്ങനെ എത്തും എന്നൊന്നും വലിയ പറയാൻ പറ്റത്തില്ല. ബട്ട് ഇറ്റ്സ് അടിപൊളി. ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഫസ്റ്റ് എപ്പിസോഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഐ ആം ലൈക്ക് വെരി ഇൻട്രസ്റ്റഡ് ഫോർ സെക്കൻഡ് എപ്പിസോഡ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് നന്നായിട്ട് ഹെൽസ് പാരഡൈസ് അടിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ ചില ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഹെൽസ് പാരഡൈസിന്റെ ഒരു ഇതുപോലെ മറ്റേ അവൻ മറ്റേ ഫയർ എടുക്കുന്നു, ലെവൻ സ്മോക്ക് എടുക്കുന്നു. ആ സ്മോക്കിലൊരു തല ഇങ്ങനെ മറ്റേ ചെത്തി പോകുന്ന സംഭവം ഉണ്ട്. അത് ഏതെന്നറിയാവോ, നമ്മളെ മറ്റേ ഇതുണ്ട് നൈറ്റ്സ് കിങ്സ്മാനിലെ മറ്റേ ലാസ്റ്റ് അതേപോലെ രസം. പ്ലീസ് എൻജോയ്. So anyways, let us know your feedback, like what do you think about it എന്നുള്ളത്. If you want us to like talk about any other anime or something in general, let us know. പിന്നെ like most of our watchers are not subscribed, so please do subscribe. And നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാൻ ഒരു മോട്ടിവേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ പറ്റത്തുള്ളൂ. വാട്സ്ആപ്പ് ഗ്രൂപ്പ് is live. So if you want to join our community, do let us know. പിന്നെ വേറെ ഏതെങ്കിലും വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ അത് നമ്മൾ അനിമെ അനാട്ടമി എന്ന് പറഞ്ഞൊരു എപ്പിസോഡ് ചെയ്യാൻ വേണ്ടി ഒരാൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോപ്പ്ഫുള്ളി we will do that soon. അതൊരു സാരിയും. Yeah. And that's it for this time. Catch you on next episode. Bye. Sayonara.